ഒരു ജനത ഒന്നാകെ പകച്ചുപോയ വൻ ദുരന്തത്തിൽ കൈത്താങ്ങായി എത്തിയവർ പലരുണ്ട്. എന്നാൽ ദുരന്തത്തിന്റെ ആദ്യ നിമിഷം മുതൽ ഇന്നുവരെയും ആ മണ്ണിൽ നിന്ന് പടിയിറങ്ങാതെ ഇരകൾക്ക് സ്വന്തം തണലൊരുക്കി കാവലാവുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 105 വീടുകളിൽ പണി പൂർത്തിയായ പകുതിയോളം വീടുകളാണ് അടുത്ത ദിവസം നാടിന് സമർപ്പിക്കാനിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞതുപോലെ ഇത് ആരോട് മത്സരിക്കാനല്ല, സാമൂഹിക ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനമെന്ന നിലയ്ക്ക് സ്വന്തം കടമ നിറവേറ്റുകയാണ് ലീഗ്. അതും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഭവന പദ്ധതികൾ പൂർത്തിയാകാതെ ഇനിയും പെരുവഴിയിൽ കിടക്കുമ്പോൾ. തിരക്ക് പിടിച്ചു പ്രഖ്യാപിച്ച ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന തീയതി മാറ്റിവെക്കേണ്ടി വന്നു സർക്കാരിന്. ഇനിയും പണി പൂർത്തിയാക്കാൻ ഏറെ കിടക്കുമ്പോൾ തിരക്ക് കൂട്ടിയുള്ള ഉദ്ഘാടനത്തിലൂടെ ഉദ്ദേശിച്ച PR തിരിച്ചടിക്കുമെന്ന് ഭയന്നാണെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അവിടെയാണ് മുസ്ലിം ലീഗ് പറഞ്ഞ വാക്ക് പാലിക്കുന്നത്. ഫർണിച്ചറുകളടക്കം സർവ്വസജ്ജമായി 51 വീടുകളുടെ താക്കോൽദാനം ഫെബ്രുവരി 28 ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് സാദിഖ് അലി തങ്ങൾ നിർവഹിക്കാനിരിക്കുകയാണ്. ആ അസുലഭ മുഹൂർത്തത്തിനുള്ള കാത്തിരിപ്പിലാണ് നാട് മുഴുവൻ. ആരോടും മത്സരമില്ല, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് ഏറ്റെടുത്ത ഈ ചരിത്ര ദൗത്യം അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അധ്യായമായി മാറുകയാണ്. മേപ്പാടി പഞ്ചായത്തിലെ തൃക്കേപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് പ്രകൃതി രമണീയമായ 11.5 ഏക്കർ ഭൂമിയിലാണ് മുസ്ലിം ലീഗ് ഈ സ്നേഹഭവനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 1060 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഓരോ വീടും മികച്ച സൗകര്യങ്ങളോടെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകൾ, 2 ബാത്റൂമുകൾ, വിശാലമായ കിച്ചൺ, വർക്ക് ഏരിയ, ഡൈനിങ് ഹാൾ, സിറ്റ് ഔട്ട് എന്നിവ ഓരോ വീട്ടിലുമുണ്ട്. കൂടാതെ കുടിവെള്ളം, വൈദ്യുതി, വിശാലമായ റോഡുകൾ എന്നിവയും ടൗൺഷിപ്പിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വെറും കെട്ടിടങ്ങൾ കൈമാറുകയല്ല, മറിച്ച് താമസയോഗ്യമായ സുരക്ഷിത ഭവനങ്ങൾ ഒരുക്കുകയായിരുന്നു ലീഗ് പ്രഖ്യാപിച്ച പദ്ധതി. അതിനായി ആവശ്യമായ ഫർണിച്ചറുകൾ കൂടി ലീഗ് തന്നെ വീടുകളിൽ എത്തിക്കുന്നു. കിടപ്പുമുറിയിലേക്കുള്ള കട്ടിലുകൾ, അലമാരകൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം തിരികെ നൽകുക എന്ന വലിയ ലക്ഷ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. പണപ്പിരിവിലും ചെലവഴിക്കുന്നിടത്തും പുലർത്തുന്ന തികഞ്ഞ സുതാര്യതയാണ് മുസ്ലിം ലീഗിന്റെ ഈ വയനാട് പുനരധിവാസ പദ്ധതിയെ വേറിട്ട് നിർത്തുന്നത്. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഫോർ വയനാട് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ധനസമാഹരണം ഏകോപിപ്പിച്ചത്. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും ആർക്കും പരിശോധിക്കാവുന്ന വിധത്തിലാണ് ഇതിന്റെ കണക്കുകൾ. എത്ര രൂപ പിരിച്ചു, എത്ര രൂപ ചെലവഴിച്ചു എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ ഈ ആപ്പിലൂടെ ലഭ്യമാണ്. പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ഓരോ രൂപയും അർഹരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഈ സുതാര്യതയിലൂടെ ലീഗ് നേതൃത്വത്തിന് സാധിച്ചു. ആദ്യഘട്ടത്തിലെ 51 വീടുകളുടെ കൈമാറ്റത്തിന് ശേഷം ബാക്കിയുള്ള വീടുകളുടെ നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ലീഗ്. മെയ് 30-നകം മുഴുവൻ വീടുകളും ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് തീരുമാനം. ഇതിനായി കൂടുതൽ തുക കണ്ടെത്തേണ്ടതുണ്ട്. വിശുദ്ധ റമദാൻ മാസത്തിന്റെ പുണ്യം ഉൾക്കൊണ്ട് ഫെബ്രുവരി 24 മുതൽ മാർച്ച് 10 വരെ ഫോർ വയനാട് ആപ്പ് വഴി 2ാം ഘട്ട ധനസമാഹരണം നടക്കും. 15 ദിവസത്തേക്ക് മാത്രം തുറക്കുന്ന ഈ അവസരത്തിൽ ലോകമെമ്പാടുമുള്ള സുമനസുകൾ ഒരിക്കൽ കൂടി വയനാടിനെ ചേർത്തു പിടിക്കണമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വീടുകളുടെ നിർമ്മാണം മാത്രമല്ല മുസ്ലിം ലീഗ് ഏറ്റെടുത്തത്. ആദ്യഘട്ടമായി ദുരന്തം ബാധിച്ച 691 കുടുംബങ്ങൾക്ക് 15,000 രൂപ വീതം കൈമാറി അവർക്ക് അന്നത്തിന് വക കണ്ടെത്തി. ഉപജീവന മാർഗം നഷ്ടപ്പെട്ട 57 വ്യാപാരികൾക്ക് 500,000 രൂപ വീതമാണ് അടിയന്തര സഹായമായി എത്തിയത്. കൂടാതെ ജീവിതം വഴിമുട്ടിയവർക്ക് തൊഴിൽ ഉപകരണങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ നഷ്ടമായവർക്ക് 4 ജീപ്പുകളും 3 ഓട്ടോറിക്ഷകളും 2 സ്കൂട്ടറുകളും ലീഗ് കൈമാറി. ദുരന്തമുഖത്ത് സർക്കാർ സംവിധാനങ്ങളെക്കാൾ വേഗത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ കഴിഞ്ഞു എന്നത് മുസ്ലിം ലീഗിന്റെ കാര്യക്ഷമതയുടെ തെളിവായി മാറി. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പുകൾക്കപ്പുറം ജനങ്ങളുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് മുസ്ലിം ലീഗ് ഇതിലൂടെ തെളിയിക്കുന്നു. ദുരന്തം നടന്ന ദിവസം മുതൽ രക്ഷാപ്രവർത്തനത്തിലും മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിലും ക്യാമ്പുകളിലെ സേവനങ്ങളിലും ലീഗിന്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ സജീവമായിരുന്നു. ഇപ്പോൾ ചുരമിറങ്ങി പോകാതെ ദുരന്തബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർക്ക് സുരക്ഷിതമായ ഭവനം ഒരുക്കുന്നതിലൂടെ വാക്കു പറഞ്ഞത് മുസ്ലിം ലീഗാണ്. അത് പാലിക്കുക തന്നെ ചെയ്യും എന്ന വിശ്വാസം ജനങ്ങളിൽ ഊട്ടിയുറപ്പിക്കുകയാണ്. വെല്ലുവിളികളുടെ പേമാരിയെ അതിജീവിച്ച് സുരക്ഷിതമായ പുതിയ വീടുകളിലേക്ക് പ്രവേശിക്കുന്ന ഓരോ കുടുംബത്തിന്റെയും പ്രാർത്ഥനയിൽ ഇനി ഈ പ്രസ്ഥാനവും ഉണ്ടാകും.